അപ്പോൾ അങ്ങനെ കാർക്കശ്യത്തോടെ നിലപാട് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി വന്നിരുന്ന് പറയുകയാണ് പഞ്ചായത്തിൻ്റെ ഏതോ മൂലയിൽ ഒരു പിന്തുണയുണ്ടാകും, AK സെൻ്ററിനെതിരെയുള്ള കൂടിക്കാഴ്ച സാധാരണമല്ലേ, നിവൃത്തികേടുകൊണ്ട് ഞങ്ങളെ പിന്തുണച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയേണ്ടത്? അല്ല, ബഹുമാനപ്പെട്ട വേണു നല്ല ബിരുദമുള്ള മാധ്യമ പ്രവർത്തകനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവന എൻ്റെ അഭിപ്രായമായിട്ട് എൻ്റെ തലയിലേക്ക് തിരിച്ചു കെട്ടിവെക്കാനുള്ള വേണുവിൻ്റെ ബിരുദ് ആളുകൾ ഓർമ്മയില്ലാത്തവരാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞത്. അഴിമതി ദേശീയ സംസ്കാരമാക്കി തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റ് തിരുത്താനോ മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകാനോ കോൺഗ്രസ് തയ്യാറായില്ല എന്ന ഗതികേടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുന്ന അവരുടെ പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ എടുത്തെഴുതിയത്. അല്ലാണ്ട് ഇവിടെ ലീഗിന്റെ നേതാവ് വായിച്ചൊന്നും മുഖപ്രസംഗത്തിലില്ല. ആ പച്ച നുണയാത്. VD സതീശന്റെ കനകോലും നുണയാണ് ആ വാചകം. കോർപ്പറേറ്റ് എന്ന ആ ലേഖനത്തിലുണ്ടെന്ന്. ഏത് 96 ലേഖനത്തിൽ കോർപ്പറേറ്റോ? ഏത് കോർപ്പറേറ്റിനെ കുറിച്ചാ? 96 ലേഖനത്തിൽ ഏത് കോർപ്പറേറ്റിനെ കുറിച്ചാ? ഇന്ന് നുണയുണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ചരിത്രപരതയിൽ നുണ മനസ്സിലാക്കണം. കോർപ്പറേറ്റ് എന്നൊരു സമ്പർക്കം ആ കാലഘട്ടത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. നിങ്ങൾ ലീഗുകാർക്ക് അത്രയും ബുദ്ധിയല്ലേ ഉള്ളൂ. നിങ്ങൾ ആ കോർപ്പറേറ്റ് എന്നൊരു വാക്കെടുത്ത് മാറ്റ്. ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധിയോട് പറയുക, നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണ നിർമ്മിക്കുമ്പോൾ ആ പറഞ്ഞ വാചകം ദേശാഭിമാനി ലേഖനത്തിലില്ല, അല്ലെ മുഖപ്രസംഗത്തിലില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കോർപ്പറേറ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്ന്. ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് നുണ നിർമ്മിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വേണുവിന് ഈ ചർച്ചയിൽ നിന്ന് വേണു രക്ഷപ്പെടാൻ ചെയ്ത കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഗതികേട് ഞാൻ പറഞ്ഞെന്നാക്കി. ജമാഅത്തെ ഇസ്ലാമിയാണ് പറയുന്നത് കോൺഗ്രസ് തെറ്റിതിരുത്താൻ പോലും തയ്യാറില്ല. ഗതികെട്ട ഞങ്ങൾ എന്തു ചെയ്യും? അപ്പുറത്ത് കടലിന് ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം എന്ന് പറഞ്ഞ പോലെ ഒരു കാലഘട്ടം വന്നപ്പോൾ അവരവിടെ എവിടെയും ചില സ്ഥാനാർത്ഥികൾക്ക് വ്യക്തി ഗുണം നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിലപാട് നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സഖ്യമാണെന്ന് ഞങ്ങളുടെ തലയെ കെട്ടിവെക്കാൻ വരണ്ട. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ആരാ മത്സരിക്കുന്നത്? എം സ്വരാജ്. എം സ്വരാജിന്റെ നിലപാടിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയില്ലേ? ജമാഅത്തെ ഇസ്ലാമിയോടാണ് ഞാൻ ചോദിക്കുന്നത്. എം സ്വരാജിന്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? എം സ്വരാജ് നിയമസഭയിൽ പോയാൽ RSSന് മുതൽക്കൂട്ടാ? BJPക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. RSS എന്ന് പറയുന്നവരെ ഏറ്റവുമേറെ വെറുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ലേ അദ്ദേഹം ധീരമായി ഇന്ത്യ രാജ്യത്തെടുത്തത്? ചോദ്യങ്ങളോടുകൂടി ഏതെല്ലാം ഘട്ടത്തിൽ സഖാവ് സ്വരാജ് നിലപാടെടുത്തു? അല്പമെങ്കിലും ഒരു ചിന്തയുണ്ടായോ? വേട്ടയാടപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ആളുകളെ വേട്ടയാടുന്നൊരു ഭരണകൂടത്തിന് മുന്നിൽ ആ മനുഷ്യൻ ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ തലയുയർത്തി നിന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുമായി അറച്ചു നിൽക്കാതെ. നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ VD സതീശന്റെ മടയിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് പറയാണ്, നിങ്ങൾ മുസ്ലിം ലീഗിനോട് കൂടിക്കോ, മുന്നണി ആയിക്കോ, 5ാം മന്ത്രിയോ 6ാം മന്ത്രിയോ നിങ്ങൾ ചോദിച്ചോ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ പറയുന്നത് കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കാൻ RSSനെ സഹായിക്കുന്ന പ്രസ്താവനയാണ് VD സതീശൻ നടത്തിയത്. ആത്മഹത്യാപരമാണ്. കോൺഗ്രസ് ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. 1948 ബാബറി മസ്ജിദിനകത്ത് രാമന്റെ വിഗ്രഹം ഒളിച്ചു വെച്ചപ്പോൾ ഗോവിന്ദ വല്ലഭ പന്തിന് നെഹ്റു ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്ത് നേരെ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. ലീഗിന്റെ നേതാവിനോട് ഞാൻ പറയാണ്, ഇല്ല ഞാൻ അങ്ങോട്ട് ഇട്ടുതരാ കത്ത്. എന്താണ് നെഹ്റു എഴുതിയത്? ശരി ശരി ശരി. എന്താണ് കോൺഗ്രസ്? അല്ല, അങ്ങ് അങ്ങനെ നിലപാട് വ്യക്തമാക്കി. സമയം കുറവാണ്. ശ്രീ ഷഫീഖ്,